കുഞ്ഞുങ്ങൾക്ക് അപ്പനായിരിക്കേണ്ട പലരെയും ബലി കൊടുത്തിട്ട് പല സഹോദരിമാരെയും സമയത്തിന് മുമ്പേ വിധവമാരാക്കി, കുഞ്ഞുങ്ങളെ അപ്പനില്ലാത്തവരാക്കി. മനസ്സിലാകുന്നുണ്ടോ? ജനത്തിന് നന്മ വരണ്ട കപ്പമല്ല കരമല്ല ഇവന്മാർക്ക് തീറ്റിപ്പോറ്റുന്നു. 450, 400, 850 കൂടെ ചേർന്ന് 7000 അകത്ത് കയറ്റി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പക്ഷെ യേശു പറഞ്ഞു ഏലിയാവിന്റെ കാലം. ഞാൻ ഈ രാത്രി പ്രസംഗിക്കാൻ വന്നത് നിന്റെ ഒരു ടൈമാ, നിന്റെ ശുശ്രൂഷയുടെ ഒരു ടൈമാ. എത്ര പേര് വിശ്വസിക്കാൻ തയ്യാറുണ്ട്? ഈ ശക്തിക്കെതിരെ, ഈ വ്യാപാരങ്ങൾക്കെതിരെ ചങ്കു പിരിച്ചു നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടല്ലാതെ, ഓ വിശ്വസിക്കുന്ന ദൈവത്തെ ആരാധിച്ചേ, ഇന്ന് രാത്രിയിൽ നീയാണ് കാര്യം തീരുമാനിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. വായിച്ചത് യെശയ്യാപ്രവചനത്തിലെ വാക്യം, പ്രസംഗം രാജാക്കന്മാരുടെ പുസ്തകത്തിൽ. മനസ്സിലാകുന്നുണ്ടോ? ഒരാൾ മതി, 7000 വേണ്ട. മുട്ടുമടക്കുന്ന ഒരാൾ മതി, മുട്ടിനിടയിൽ തലയിട്ടിരിക്കുന്ന ഒരാൾ മതി. ചരിത്രം മാറും, ചരിത്രം മാറും. കോമളിയുടെ ചരിത്രം മാറും, കട്ടപ്പനയുടെ ചരിത്രം മാറും, ഇടുക്കിയുടെ ചരിത്രം മാറും, തേക്കടിയുടെ ചരിത്രം മാറും. സഭ ഉയർത്തെഴുന്നേൽക്കുന്ന ദിവസങ്ങളാ. നിന്റെ കൂടെ ഒരുത്തനുണ്ട്, അവൻ വെറും സാധാരണയാളല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം ലഭിച്ചവൻ. ഓ ഒന്ന് പറഞ്ഞേ, ഞാൻ ഒറ്റയ്ക്കല്ലെന്ന് പറഞ്ഞേ. സ്വർഗം കേക്കട്ടെ, പിശാച് കേക്കട്ടെ. എടാ പിശാച്, ഞാൻ ഒറ്റയ്ക്കല്ല, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം കിട്ടിയ ഒരുവൻ എന്റെ കൂടെ ഉണ്ട്. അവൻ എന്റെ വലങ്കരത്തെ പിടിച്ചിരിക്കുകയാ എന്ന് ഉറപ്പുള്ളവരെ കരമൊന്ന് അടിച്ചു ദൈവത്തെ ആരാധിച്ചോ. ഇന്ന് രാത്രി നീ ഒറ്റയ്ക്കല്ല, ജയിക്കാൻ കരുത്തുള്ള ഒരു അഭിഷേകം. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. മുട്ടുമടക്കിയവൻ എഴുന്നേറ്റു. പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തില്ല, ടൈമൊന്നും മേടിച്ചില്ല. നേരെ ചെന്ന് അങ്ങോട്ട് കയറി. സുഖിപ്പിക്കാൻ പോയില്ല, ദൂത് പറഞ്ഞേച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെ വിളിച്ചത് സുഖിപ്പിക്കാനല്ല, ചിരിപ്പിക്കാനല്ല, തമാശ അടിക്കാനല്ല. നിന്നെ വിളിച്ചത് സുവിശേഷം അറിയിക്കാനാണ്.